മോർണിംഗ്. അപ്പോൾ ദാ ഇനി നമ്മൾ പഴനിയിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെയാണ് ഇവിടെ പഴനിയിൽ വന്നിട്ടുള്ളത്. ഇന്നലെ ആണെങ്കിൽ 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പഴനി പോകാൻ നടന്നില്ല. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയി. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പഴനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ സെയിം ലോഡ്ജിൽ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശിവ ലോഡ്ജ് എന്നാണ് ലോഡ്ജിൻ്റെ പേര്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ പൂവ് വാങ്ങി. മുല്ലപ്പൂവും പിച്ചിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിച്ചിപ്പൂവാണ് കേട്ടോ വാങ്ങിയത്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുഡൊക്കെ ഓൾമോസ്റ്റ് തീർന്നു എന്നാണ് പറയുന്നത്. നെയ് റോസ്റ്റും പിന്നെ ഇഡലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലാസ്റ്റ് ഇഡലിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചായ ലവേഴ്സാണ്. പക്ഷേ ഇവിടെ ചായ ഇല്ല, ചായയും തീർന്നു. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചായ കുടിക്കണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അച്ഛൻ ഇവിടെ ഒന്ന് ചായ കുടിക്കുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് അവിടെ ചായ കുടിക്കാനായിട്ട് പോയി. ചായയൊക്കെ കുടിച്ചിട്ട് തന്നെ നമ്മൾ നേരെ പഴനിയിലേക്ക് പോവാണ്. ഇപ്പോൾ 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, വെയിലാവാറായിട്ടുണ്ട്. അപ്പോൾ വെയിൽ കൂടുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറണം. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഇതാ ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ കാവടിയൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടുത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോകാൻ കേട്ടോ. ഈ ഒരു പാവക്കുട്ടീനെ ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കാനാണ് വരുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഓരോ ചെറിയ ചെറിയ സോഫ്റ്റ് ടോയ്സ് എവിടെ പോയാലും വാങ്ങിക്കും. വേറെ ഒന്നിനുമല്ല, ചുമ്മാ ഓരോ പ്ലേസിൻ്റെയും മെമ്മറീസിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് മേളിലേക്ക് പോകാൻ പോവാണ്. പച്ചാച്ചന് കാല് വയ്യാത്ത കാരണം പച്ചാച്ചൻ താഴെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഇനി ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ വലിയൊരു ക്യൂ ആണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഫോൺ ഉള്ളിലേക്ക് അലൗഡ് അല്ലാന്ന്. ഇത്രയും വർഷം നമ്മൾ വന്നിട്ട് ഇതുവരെ ഫോൺ അലൗഡ് അല്ലാതെ ഇരുന്നിട്ടില്ല. നമുക്ക് മേളിൽ കൊണ്ടുപോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാനും അത് വിചാരിച്ചാണ് ഫോൺ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ഫോൺ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് അകത്തേക്ക് പോയി. തിരക്ക് കുറവായിരുന്നതുകൊണ്ട് നമ്മൾ അധികം ക്യൂ ഒന്നും നിൽക്കാതെ തൊഴുതിട്ട് വന്നു. അവിടുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്ന് എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ താഴെ വന്നിട്ട് നമ്മൾ സോഡാ സർബത്തൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പേരക്ക വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നല്ല ഫ്രഷ് പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും അത് വാങ്ങി. അപ്പോൾ കുഞ്ഞാപ്പൻ ഈ ഷോപ്പിൽ നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാങ്ങ വാങ്ങിക്കാനാണ് കേട്ടോ. മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് തരുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്ന് നമ്മൾ ഇപ്പോൾ 3ാമത്തെ ദിവസമായി. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. അങ്കുവും കാച്ചുമൊക്കെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കണമെന്നും പറഞ്ഞാണ് വന്നത്. കുളിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സുരുളി വാട്ടർഫോൾസിൽ പോകാമെന്ന് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ പോയാൽ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്ത് നമ്മളത് നേരെ വീട്ടിലേക്ക് ഇനി പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് ചായയും കോഫിയും പിന്നെ മുളക് ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേസിലെ മെയിൻ ടീ ഷോപ്പാണിത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ഈച്ചശല്യമായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ചേർത്തലയ്ക്ക് അത്യാവശ്യം നല്ല സമയം എടുക്കും. ഒരു 11 മണിയൊക്കെ കഴിയും നമ്മൾ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി എങ്ങും നിർത്താതെ നേരെ വീട്ടിലേക്ക് വിടാമെന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോകുന്ന വഴിയാണെങ്കിൽ നല്ല മഴക്കാരൊക്കെ വെക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഡാർക്കായി, ആകാശമൊക്കെ ഭയങ്കര ഡാർക്കായി, നല്ല മഴക്കാറ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മഴക്കാറ് കാണുന്നത് തന്നെ. ഇത് കാണുമ്പോൾ എന്തോ സുനാമി വരുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാനൊന്ന് മാറ്റി. ഞങ്ങൾ ഇനി ഇവിടുന്ന് അതിരപ്പള്ളി പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്കും കാച്ചും വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കാം എന്നൊരിതിൽ ഡ്രസ്സൊക്കെ വാങ്ങി വന്നതാണ്. പക്ഷെ അവന്മാർക്ക് ഇതുവരെ വെള്ളച്ചാട്ടത്തിലൊന്നും പോകാൻ പറ്റിയില്ല. അതുമാത്രമല്ല, നല്ല മഴയൊക്കെ കൂടെ പെയ്തപ്പോഴത്തേക്കും നമ്മളിനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പതിയെ ഇനി രാവിലെ അതിരപ്പള്ളിയിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ചായയൊക്കെ കുടിക്കാൻ പോയി. അവിടുന്ന് പിന്നെ അടുത്തൊരു റൂം എടുത്തു. ഇപ്പോൾ നമ്മൾ റൂം എടുത്തിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കിടന്നുറങ്ങി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ എണീറ്റ് റെഡിയായി. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പിൻ്റെ പ്ലാനിൽ വന്നിട്ട് ഇപ്പോൾ ദാ ഇത് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. മാമനും തിരിച്ചു പോകേണ്ടതാണ് ഇന്ന് വൈകുന്നേരം. ഞങ്ങൾ രാവിലെ റെഡിയായി ഇവിടെ ഒരു അടുത്ത് ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് സീതർകുണ്ടും പിന്നെ വെള്ളരിമേട് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ മാമൻ പറഞ്ഞു നമുക്ക് അതിരപ്പള്ളി സ്കിപ്പ് ചെയ്തിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ പോയി അവന്മാരെ കുളിപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താമല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ വെള്ളരിമേട് എന്ന് പറയുന്ന ലൊക്കേഷൻ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വെള്ളരിമേട് കാണിക്കുന്നത്. നമ്മൾ പോകുന്ന വഴി ആദ്യം തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡാണ് കണ്ടത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല. നമ്മൾ നേരെ വെള്ളരിമേട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. സൈഡിലൊക്കെ കുറേ വയലും മലയും പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിരുന്നു. പാലക്കാട് പിന്നെ നല്ല ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇവിടെയാണെങ്കിൽ സൈഡിൽ കുറേ മാങ്ങ ഉണ്ടായിട്ട് പഴുത്തിങ്ങനെ കിടക്കാണ്. ആരും പറിക്കുന്നില്ല. നിറയെ മാങ്ങ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ ബോഗൺവില്ലയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ഇവിടെയാണ് വെള്ളരിമേട് വാട്ടർഫോൾസ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഈ ചെറിയ ചെറിയ വഴികളിലൂടെ പോകുമ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചതാണോ എന്ന്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് വെച്ചിട്ടുള്ള കാരണം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇതിവിടെ തന്നെയാണ് വെള്ളച്ചാട്ടം എന്നുള്ളത്. ആ റോഡ് കയറി നമ്മൾ വീണ്ടും ലെഫ്റ്റ് തിരിയുമ്പോൾ വീണ്ടും ബോർഡ് വെച്ചിട്ടുണ്ട് വെള്ളരിമേട് വാട്ടർഫോൾസ് എന്ന്. നമ്മൾ ഗൂഗിൾ ഇമേജിലൊക്കെ നോക്കിയപ്പോൾ ചെറിയൊരു വാട്ടർഫോൾസ് ആണ് കാണിച്ചത്. അപ്പോൾ അങ്കുവിനും കാച്ചുവിനും കുളിക്കാനാണെങ്കിലും ചെറിയ വാട്ടർഫോൾസ് പറ്റുമല്ലോ എന്ന് ഓർത്താണ് ഞങ്ങളിങ്ങനെ വെള്ളരിമേട് വാട്ടർഫോൾസ് തപ്പി പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ പോയിട്ടും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, വെള്ളച്ചാട്ടമൊന്നും കാണുന്നില്ല. പിന്നെ കുറേ വയലും വാഴക്കൃഷിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ കാണുന്ന മലയുടെ അവിടെ ഒരു വാട്ടർഫോൾസ് പോലെ എന്തോ കാണുന്നുണ്ട്. ഇനി അതാണോ എന്നറിയത്തില്ല. നമുക്ക് കുറച്ചുകൂടെ ദൂരം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും കാണാൻ പറ്റിയത് ഇതുപോലെ ഓല മേഞ്ഞ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിരുന്നു. പോകുന്ന വഴി കുറേ വീടുകളുണ്ടെങ്കിലും മനുഷ്യരെ ഒന്നും അധികം കാണാനില്ല കേട്ടോ. ഓരോരുത്തരും ഓരോ ജോലിക്ക് പോയിരിക്കുമായിരിക്കും. ഇവരുടെ ജോലി കൂടുതലും കൃഷി തന്നെയാണല്ലോ. ഇതിന് ചുറ്റും നിറയെ കൃഷികളൊക്കെ ഉണ്ട്. കപ്പയും മാവും പിന്നെ വാഴത്തോട്ടവും നെൽകൃഷിയൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴി കുറേ മയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തെങ്ങുംതോപ്പിലും എല്ലായിടത്തും ഇതുപോലെ കറണ്ട് കമ്പി വെച്ചിരിക്കുകയാണ് ഉള്ളിലേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ വെള്ളരിമേട് വാട്ടർഫോൾസിലെത്തി. പക്ഷേ ഇവിടെ എങ്ങും ഒരു വാട്ടർഫോൾസ് പോലും കാണാനില്ലായിരുന്നു. ഇവിടെ ചൂടായത് കാരണം വാട്ടർഫോൾസ് ഒക്കെ വറ്റിപ്പോയി. നമ്മൾ ദൂരേന്ന് കണ്ടു വന്ന ആ ഒരു വാട്ടർഫോൾസ് ഇല്ലേ, അത് തന്നെയായിരുന്നു സംഭവം. ഇത് ഫുള്ള് വറ്റി നിൽക്കുകയാണ്. ഇവിടെ പുല്ലൊക്കെ വാടി മൊത്തം കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ വെയിൽ കൊണ്ട്. പിന്നെ ഇവിടെ ചുറ്റിൽ നിന്നും കുറേ മയിലൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കാം. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എവിടൊക്കെയോ ഇരുന്ന് മയിലൊക്കെ കരയുന്നുണ്ട്. ഇവിടെ കാക്കേനെ പോലെ ഇങ്ങനെ മയിൽ നടക്കുകയാണ് എല്ലായിടത്തും. മയിൽ കരയുന്ന കേട്ടാ അവിടെ. ഇവിടെ ഫുള്ള് മയിലാണെന്നേ. ഇവിടെ അച്ഛനും അങ്കും കാച്ചും കൂടെ പാറ പൊട്ടിച്ച് ഇതിനുള്ളിൽ നിന്ന് വെള്ളം വരുത്താനുള്ള പരിപാടിയാണ്. വെള്ളച്ചാട്ടം കാണാത്തതുകൊണ്ട് വെള്ളമെങ്കിലും കണ്ടിട്ട് പോകാമെന്ന് ഓർത്താണ് കേട്ടോ ചെയ്യുന്നത്. ആ കല്ലുകൊണ്ട് അതിലിടിക്കുമ്പോഴത്തേക്കും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ. എന്തായാലും ഇത്രയും ദൂരം വന്ന കാരണം പെട്ടെന്ന് പോയില്ല. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. പാലക്കാടൊക്കെ നല്ല ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറി ഫ്രഷ് ലൈമൊക്കെ കുടിച്ചു.
പോകുന്ന വഴി നമ്മൾ ദൂരേന്ന് നോക്കിയപ്പോൾ ഒരു ആന നിൽക്കുന്ന പോലെ തോന്നി, ഒരു കാട്ടാനേനെ പോലെ. അടുത്ത് വന്നപ്പോഴാണ് ഇതൊക്കെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ആനേനെയും കുരങ്ങനെയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിലും കുറേ ആനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണേലും ഇത് കാണാൻ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ആ കാട്ടാനേനെ കാണാനായിട്ട് കറക്റ്റ് ഒറിജിനാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ മാമൻ ഈവനിങ് ട്രെയിനിന് കണ്ണൂർ പോകണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ അതിരപ്പള്ളിയൊക്കെ സ്കിപ്പ് ചെയ്ത് വീട്ടിൽ പോകുമായിരുന്നു. പക്ഷേ പോകുന്ന വഴി ഞങ്ങൾ വീണ്ടും തീരുമാനം മാറ്റി. എന്താണേലും അതിരപ്പള്ളി പോകാനാണല്ലോ നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തത്, എന്നാൽ പിന്നെ അതിരപ്പള്ളി കൂടെ പോയിട്ട് പോകാമെന്നാക്കി. ഇപ്പോൾ എന്തായാലും ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതാ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയേക്കാണ്. പിന്നെ ഒരു കാര്യം, ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞാനും കാച്ചും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു മദേഴ്സ് ഡേക്ക് അമ്മയ്ക്കും മാമിക്കും ജസ്റ്റ് ഒരു ഡയറി മിൽക്കെങ്കിലും വാങ്ങി കൊടുക്കാമെന്ന്. പിന്നെ ഞങ്ങളത് അച്ഛനോട് കൂടെ പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ ഇടയ്ക്ക് വണ്ടി നിർത്തി തന്നപ്പോൾ ഞങ്ങൾ ഡയറി മിൽക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മദേഴ്സ് ഡേ അല്ലേ, അപ്പം നമുക്ക് എന്താ പരിപാടി? ഓക്കെ. പിന്നെ ഈ റൂട്ട് പോകുന്ന വഴി കൂടുതലും കുരങ്ങന്മാരും ആനകളുമാണ്. പക്ഷെ നമ്മൾ ആനകളെയൊന്നും കണ്ടില്ല, നിറയെ കുരങ്ങന്മാരെ കണ്ടു. ഇവിടെ കുരങ്ങന്മാർക്ക് ഭയങ്കര ഇടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴി പിന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ കൂടെ ആയത് കാരണം നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് ഇനി മുന്നോട്ട് പോയി നോക്കണം. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ്. എല്ലാവരും നേരെ ഡ്രസ്സ് മാറി കുളിക്കാനായിട്ട് അങ്ങ് ഇറങ്ങിയേക്കാണ്. ഇവിടെ കാച്ചു അങ്കൂന്നിയ ഡ്രസ്സ് മാറി നിൽക്കുകയാണ്. ഫ്രണ്ടിൽ നല്ല തിരക്കായത് കാരണം ഞങ്ങൾ സൈഡിൽ കൂടെ നടന്ന് തിരക്കില്ലാത്ത സ്ഥലം നോക്കി പോവാണ്. അതിനിടക്ക് തുള്ളിച്ചാടി പോകുന്നിടക്ക് ആ കാച്ചു ഉരുണ്ട് താഴത്ത് വീണിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവനൊരു പ്രശ്നമല്ല, അവന് കുളിക്കുന്നത് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. നീ വരുന്നില്ലേ? ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ജീൻസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. കുഞ്ഞാപ്പം എന്താ ജീൻസൊക്കെ ഇട്ട് ഇറങ്ങിയിരിപ്പുണ്ട്. എന്താണ് ഉദ്ദേശമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല മാറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇറങ്ങാത്തത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇറങ്ങാൻ തോന്നും. ഇവിടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കുളിച്ചിട്ടാണ് പോകുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താണെങ്കിലും ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്ന് കുളിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഓർത്തു ഈ സൈഡിലിരിക്കാതെ ജസ്റ്റ് കാലെങ്കിലും ഒന്ന് നനച്ചിട്ട് കയറി വരാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എന്താ അവർ നീന്തുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തെന്നലുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എന്താണേലും താഴെ പോവും. പിന്നെ നല്ല ഒഴുക്കുമുണ്ട് കേട്ടോ.
നിക്ക്. എടുക്കാൻ ഹാപ്പി മദേഴ്സ് ഡേ. നമ്മൾ മേടിച്ചു പഠിക്കാൻ പോയപ്പോ ഇവിടെ കൂടെ വന്നാൽ മതി. നീ എൻ്റെ അടുത്ത പല്ല് വരാനുള്ള പരിപാടി റെഡിയല്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി നമ്മളിതാ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം ഇറങ്ങിയാലേ നമുക്ക് എന്താണേലും രാത്രി ആകുമ്പോഴത്തേക്കും വീടെത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ദൂരെ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛനും മാമനും വണ്ടി എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ എല്ലാ വെക്കേഷനും ഇങ്ങനെ ചെറിയ ട്രിപ്പൊക്കെ വരും. ഒരു 1 ഡേ 2 ഡേ ട്രിപ്പൊക്കെയാണ് ഞങ്ങൾ വരാറുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് 4 ഡേ വരെ പോകുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്കൊക്കെ പോയത്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയത് സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലാണ്. സിൽവർ സ്റ്റോമിൽ കയറാനല്ല കേട്ടോ, അവിടെ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്ന് മുമ്പ് ക്രീം ബണ്ണ് കണ്ടെന്നും പറഞ്ഞ് കാച്ചുമൊക്കെ അവിടെ ക്രീം ബണ്ണ് കഴിക്കാൻ പോയി. ഞങ്ങളിത് അവിടെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. എറണാകുളത്ത് നിർത്തി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും 2 വഴിക്ക് പോയി. അവർ കണിച്ചുളങ്ങരയ്ക്കും പോയി, ഞങ്ങൾ വീട്ടിലേക്കും പോന്നു. ഇതൊന്നും ഞാൻ കണ്ടില്ല. ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വെക്കേഷൻ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.